എല്ലാവർക്കും നമസ്കാരം. ബുദ്ധമത കാലഘട്ടത്തിൽ ബുദ്ധിസ്റ്റുകളുടെ പരിശ്രമത്തിന് ഫലമായി നമ്മുടെ രാജ്യം ചികിത്സാ രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങൾ കൈവരിച്ചിരുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര അപൂർവമായ പല ചികിത്സാ രീതികളും ബുദ്ധമതക്കാർക്ക് വശമുണ്ടായിരുന്നത്രേ. നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന പല പാരമ്പര്യ ചികിത്സാ രീതികളും യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ബുദ്ധനും ബുദ്ധഭിക്ഷുക്കളും ബുദ്ധമതക്കാരും ആണത്രേ. എന്താണ് ഈ വാദത്തിൻ്റെയൊക്കെ പിന്നിലെ സത്യാവസ്ഥ? അതറിയുന്നതിന് വേണ്ടി നമുക്ക് വിനയപീഠികയിലെ ഭേഷജ ഖണ്ഡക എന്ന ഗ്രന്ഥം വായിക്കേണ്ടതുണ്ട്. ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് എന്ന് ഭേഷജ ഖണ്ഡകയിൽ പറയുന്നുണ്ട്. ബുദ്ധൻ ഉപദേശിച്ച ആ വിചിത്രവും അപൂർവമായ ചികിത്സാ രീതികളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വിനയപീഠികയിലെ ഭേഷജ ഖണ്ഡക 3-ാം ഭാഗത്തിലെ 4-ാമത്തെ ഉപദേശം നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ഒരു ബുദ്ധഭിക്ഷുവിനെ ഒരു പ്രേതം ബാധിച്ചു. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പ്രധാന ഗുരുവും കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗുരുവും അയാളെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത്ര നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഈ ബുദ്ധഭിക്ഷു പന്നിയെ കശാപ്പ് ചെയ്യുന്ന അറവുശാലയിലേക്ക് പോവുകയും അവിടെ നിന്ന് പച്ച മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തു. അത് കണ്ട അവർ ബുദ്ധനോട് ആ സംഭവത്തെ പറ്റി പറഞ്ഞു. അത് കേട്ട ബുദ്ധൻ ഒരു ഉപദേശം ഇറക്കുകയാണ്. അതിങ്ങനെയാണ്: പ്രേതം ബാധിച്ച ഒരാൾക്ക് പച്ച മാംസവും രക്തവും കൊടുക്കാമെന്ന് ബുദ്ധൻ പറയുകയാണ്. എന്താ അല്ലേ? ഈ പ്രേതബാധ ഏറ്റു എന്നൊക്കെ പറയപ്പെട്ട വ്യക്തിക്ക് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു മാനസിക രോഗം വല്ലതും ആയിരിക്കാം. അതിന് ബുദ്ധൻ ഉപദേശിച്ചതാണ് ഈ പറയുന്ന പച്ച മാംസവും രക്തവും. എന്താ ഇപ്പോൾ ഇതിനെയൊക്കെ പറയണ്ടേ? മറ്റൊരു സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. ഭേഷജ ഖണ്ഡകയിലെ 4-ാം ഭാഗം 1, 2, 3 ഉപദേശങ്ങൾ. ഒരിക്കൽ വിലന്തി വച്ചൻ എന്ന പേരുള്ള ഒരു ബുദ്ധഭിക്ഷുവിന് ഏതോ അസുഖമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന വൈദ്യന്മാർ പറഞ്ഞു, ചൂടാക്കിയ എണ്ണ ചേർത്ത ഒരു മിശ്രിതം അതിലേക്ക് മദ്യം ചേർത്ത് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുക്കുകയാണ്. ബുദ്ധൻ അത് അനുവദിക്കുകയും ചെയ്തു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മരുന്നുണ്ടാക്കാൻ അറിയത്തില്ലാത്ത കുറേ ബുദ്ധഭിക്ഷുക്കൾ മരുന്നിലേക്ക് അളവിൽ കൂടുതൽ മദ്യം ചേർക്കുകയും അത് കുടിച്ച് എല്ലാവരും അടിച്ച് പൂസാകുകയും ചെയ്തു. അപ്പോൾ ഈ ബുദ്ധഭിക്ഷുക്കൾ അടിച്ച് പാമ്പായിട്ട് കോഞ്ഞാട്ടായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ ബുദ്ധനൊരു ഉപദേശം ഇറക്കുകയാണ്: നിങ്ങൾ ഇനി മുതൽ ഇതുപോലെ ഒരുപാട് മദ്യം ചേർത്തിട്ടുള്ള ഈ ചൂടാക്കിയ എണ്ണ ചേർത്ത മിശ്രിതം കുടിക്കരുത്. ഇനി മുതൽ ഈ മിശ്രിതം ഞാൻ അനുവദിക്കണമെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള നിറമോ മണമോ മദ്യത്തിൻ്റെതായിട്ടുള്ള രുചിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് നേരെ ഇവ മരുന്നുണ്ടാക്കാൻ അറിയത്തില്ലാത്ത ബുദ്ധഭിക്ഷുക്കളെ കൊണ്ട് പോലും അന്ന് മരുന്നുണ്ടാക്കിച്ചിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തതായി നമുക്ക് ഭേഷജ ഖണ്ഡക 4-ാം ഭാഗത്തിലെ 25, 26 ഉപദേശങ്ങൾ നോക്കാം. ഒരിക്കൽ ഒരു ബുദ്ധഭിക്ഷുവിനെ പാമ്പ് കടിച്ചു. അപ്പോൾ ബുദ്ധൻ പാമ്പ് കടിച്ച വ്യക്തിക്ക് കൊടുക്കേണ്ടതായ 4 കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറയുകയാണ്. മലം, മൂത്രം, ചാരം, കളിമണ്ണ് എന്നിവയാണ് ഈ 4 കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓൾറെഡി അയാളെ പാമ്പ് കടിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ അയാൾക്ക് മലവും മൂത്രം കഴിക്കേണ്ട അവസ്ഥയും കൂടെ വന്നിരിക്കുകയാണ് ഈ ബുദ്ധൻ കാരണം. എന്തായാലും അത് കേട്ട് മറ്റു ബുദ്ധഭിക്ഷുക്കൾ ചോദിക്കുകയാണ്, ഈ മലവും മൂത്രവും ചാരവും കളിമണ്ണും ഒക്കെ എടുത്തുകൊണ്ട് വരണ്ടേ എന്ന്, അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് വരണ്ടേ എന്ന്. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, ഇതെല്ലാം എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്കൊരു സഹായി അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് എങ്കിൽ അയാൾ കൊണ്ടുവരട്ടെ. ഇനി അഥവാ അങ്ങനെ ഒരു സഹായം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ തന്നെ അവ എടുത്തുകൊണ്ട് വന്ന് കഴിക്കുക. ഏതാ? ഈ മലവും മൂത്രവും ഒക്കെ തന്നെ. നമുക്ക് അടുത്ത ഉപദേശത്തിലേക്ക്, അതായത് ഈ പറഞ്ഞ ഭാഗത്തിലെ തന്നെ 27-ാമത്തെയും 28-ാമത്തെ ഉപദേശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇതിൽ വിഷം കുടിച്ച ഒരു ബുദ്ധഭിക്ഷുവിനെ ബുദ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ബുദ്ധൻ ഉപദേശിക്കുന്നത് അയാൾക്ക് മലം കഴിക്കാൻ കൊടുക്കുക എന്നാണ്. ഈ ബുദ്ധൻ ഈ മലം വിട്ടിട്ട് ഒരു പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. പാമ്പ് കഴിച്ച വ്യക്തിക്ക് കൊടുത്തത് മലം, വിഷം കഴിച്ച വ്യക്തിക്ക് കൊടുക്കുന്നത് മലം. ചേട്ടാ, എന്തായാലും മലത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ ബുദ്ധഭിക്ഷുക്കൾ ചോദിക്കുകയാണ്, ഈ മലം എന്നത് മറ്റൊരാളിൽ നിന്നും വാങ്ങേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, മലവിസർജനം ചെയ്യുന്ന ആളാണ് അത് നേരിട്ട് കൊടുക്കേണ്ടതെന്നും അയാൾ മലം തന്നു കഴിഞ്ഞാൽ വീണ്ടും വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും മലം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന്. എൻ്റെ പൊന്നോ, ബുദ്ധമത കാലത്തെ വിചിത്രമായ ചികിത്സാ രീതികൾ അപാരം തന്നെ. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. അടുത്തതായി നമുക്ക് 29-ാമത്തെ ഉപദേശം നോക്കാം. ഒരിക്കൽ എന്തോ മരുന്ന് കഴിച്ച് വയ്യാതായ ഒരു ബുദ്ധഭിക്ഷുവിനോട് ബുദ്ധൻ ഉപദേശിക്കുന്നത് കലപ്പയിൽ നിന്നും മണ്ണെടുത്ത് കഴിക്കുക എന്നാണ്. കലപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടമൊക്കെ ഉഴുന്ന കലപ്പ, അതിൽ നിന്നും മണ്ണെടുത്ത് കഴിക്കാൻ. ഇതുവരെ കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അല്പം ഭേദമാണെന്ന് പറയാം. കാരണം ഇത് വെറും മണ്ണാണല്ലോ. അങ്ങനെയെങ്കിലും സമാധാനിക്കാം. അടുത്തത് 31-ാമത്തെ ഉപദേശമാണ്.
ഇത് വളരെ സമകാലിക പ്രസക്തിയുള്ള ഉപദേശം തന്നെയാണ്. ഉത്തരേന്ത്യയിലുള്ള ചില ആൾക്കാർ ഇപ്പോഴും ഗോമൂത്രം കുടിക്കാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് ഈ ഗോമൂത്രം എന്നത് ഔഷധമാണ് എന്നുള്ള ആശയം ഉണ്ടായതെന്നോ, ഇത് ആരുടെ ഉപദേശത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഗോമൂത്രം കുടിക്കുക എന്നുള്ള ആശയം ഉണ്ടായതെന്നോ ആ കുടിക്കുന്നവരിൽ പലർക്കും അറിയത്തില്ല. അഭിമാനത്തോടെ പറയട്ടെ, അതും നമ്മുടെ ബുദ്ധൻ്റെ ഉപദേശത്തിൻ്റെ ഫലം തന്നെയാണ്. ഇത് നോക്കൂ, ഒരിക്കൽ ഒരു ബുദ്ധ ഭിക്ഷുവിന് മഞ്ഞപ്പിത്തം പിടിച്ചു. അപ്പോൾ ബുദ്ധൻ ഉപദേശിച്ച കാര്യം ഗോമൂത്രത്തിൽ കടുക്ക ചേർത്ത് കൊടുക്കുക എന്നാണ്. ചേട്ടാ, അപ്പോൾ ഇങ്ങനെയാണ് ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ട് എന്നുള്ള വാദം ഉണ്ടായതെന്ന് അനുമാനിക്കാം. നിങ്ങൾ ആരെങ്കിലും ഇനി ഉത്തരേന്ത്യയിൽ പോവുകയോ ഇതുപോലെ ഗോമൂത്രം കുടിക്കുന്ന ആളുകളെ കാണുകയോ ചെയ്യുകയാണെങ്കിൽ അവരോട് പറയുക, നിങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധൻ്റെ ഉപദേശത്തെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ നമ്മൾ ഭേഷജ ഖണ്ഡകയിൽ ബുദ്ധൻ ഉപദേശിച്ച വിചിത്രമായ ചികിത്സാ രീതികളെക്കുറിച്ച് ഇപ്പോൾ കണ്ടു. എന്താ ഇവ പറയുക? എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.